Hey traders, this is Junaid. Welcome back another trade breakdown video. ഇന്നത്തെ സെഷനിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നലെ ട്യൂസ്ഡേ കമ്മ്യൂട്ടിനകത്ത് എടുത്ത അല്ലെങ്കിൽ ഞാൻ എടുത്തൊരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് എന്താ പറയാ ഈ ട്രേഡ് എനിക്കൊരു ഒരു ലോസ് ക്രിയേറ്റ് ചെയ്ത ട്രേഡാണ്. ആൻഡ് അറൗണ്ട് ഒരു നിയർ $1000 അടുത്ത് എനിക്ക് ലോസ് സംഭവിച്ച ട്രേഡാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. യൂഷ്വലി ന്യൂസ് സമയത്ത് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. എസ്പെഷ്യലി NFP, നോൺ ഫാം പേറോള്, CPI, ഫെഡ് സ്പീച്ച് ഇതുപോലുള്ള മേജർ ഹൈ ഇമ്പാക്ട് ന്യൂസിന്റെ സമയത്തൊന്നും ഞാൻ ട്രേഡ് ചെയ്യാറില്ല. പക്ഷെ ഇന്നലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹൈ ഇമ്പാക്ട് ന്യൂസിന് അല്ല ഇന്നലെ CPIയുടെ ആയിരുന്നു. നിങ്ങൾ ഇപ്പം ഈവൻറ്റ്സ് ഒക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. ഇന്നലെ CPIയുടെ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് മാർക്കറ്റിനകത്ത് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ടെക്നിക്കലും കുറച്ച് ഫണ്ടമെന്റൽ എല്ലാം ബ്ലെൻഡ് ചെയ്ത സമയത്ത് എനിക്ക് ആ ഒരു ട്രേഡ് എടുക്കണമെന്ന് തോന്നി. അതിന്റെ ബേസിൽ മാത്രമാണ് ആ ഒരു ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവേ ഇപ്പോൾ കുറേ കാലമായിട്ട് ന്യൂയോർക്ക് ട്രേഡ് ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ലണ്ടൻ തന്നെയാണ്. മെയിൻ റീസൺ ഹൈ ഇമ്പാക്ട് ന്യൂസിന്റെയും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിനകത്ത് എഫക്ട് ചെയ്യുന്നതും ലണ്ടൻ സെഷന്റെ സമയത്താണ്. ഈ ഒരു പല റീസൺ കാരണമാണ് ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഐ മീൻ സോറി ന്യൂയോർക്കിന്റെ സമയത്താണ്. അതുകൊണ്ട് ഈ പല റീസൺ കാരണമാണ് ഞാനിപ്പം NY ഞാൻ അധികം ട്രേഡ് ചെയ്യാത്തത്. പിന്നെ ഈവനിംഗ് അങ്ങനെയൊക്കെയുള്ള കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ലണ്ടൻ ചെയ്യാന്നുള്ളതാണ്. സോ ബാക്ക് ടു നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇന്നലെ എന്റെ റൂള് വയലേറ്റ് ചെയ്തു. എനിക്ക് SL അടിച്ചു. പക്ഷേ ഈ ഒരു ട്രേഡ് എടുക്കാൻ പല റീസൺസും ഉണ്ടായിരുന്നു മാർക്കറ്റിനകത്ത്. സോ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് USD CHFനകത്തായിരുന്നു. നിങ്ങളുടെ മുന്നിലെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു എൻട്രിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്റെ ടാർഗറ്റ് അറൗണ്ട് 1:18 RR ആണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്രയും വലിയൊരു RR ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ടെക്നിക്കലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഫണ്ടമെന്റലും യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു എൻട്രി എടുക്കാനുള്ള മേജർ ആയിട്ടുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സെല്ല് നോക്കാനുള്ള CPIന്റെ സമയത്ത് സെല്ല് നോക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂട്ടിനകത്ത് 10-ാം തീയതി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. യുഎസിന്റെ നാഷണൽ ഡെബ്റ്റ് അറൗണ്ട് എനിക്ക് തോന്നുന്നു സൺഡേ എന്താ തോന്നുന്നു. യുഎസിന്റെ നാഷണൽ ഡെബ്റ്റ് അറൗണ്ട് $37 ട്രില്യൺ റീച്ച് ആയിരുന്നു. ഓൾ ടൈം ഹൈ ആണ്. ഇത് പോസ്റ്റ് ഇട്ട സമയത്ത് അനുരാഗ് എന്നോട് അനുഗ്രഹം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് USD പേഴ്സിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് എന്നുള്ളത്. ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മൺഡേ മാർക്കറ്റ് USD ഗ്യാപ് ഡൗൺ ആണ് ഈ ഒരു ന്യൂസിന്റെ റീസൺ കാരണം. ഓൾസോ മേ ബി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീക്ക് CPI ഉണ്ട്. അതുകൊണ്ട് ഒരു ബ്ലീഡിംഗ് ഉള്ള ചാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബ്ലീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലഡ് ബാത്ത് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഫോളോ ആവുക എന്നതാണ് ഒരു ബ്ലീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു എക്സ്പെക്ടേഷൻ എല്ലാം എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. US ഡോളർ വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്കൊരു US ഡോളറിന് ഒരു സെല്ലിനുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു എക്സ്പെക്ടേഷനും ഓൾസോ ടെക്നിക്കലും കൂടി അലൈൻഡ് ആയിട്ട് വന്നത് കൊണ്ടാണ് ഞാൻ ഒരു ട്രേഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ടെക്നിക്കൽ ഇറ്റ്സ് വർക്ക്. പക്ഷെ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ട്രേഡിന് കിക്കായി. ഐ മീൻ ഞാൻ ആ ട്രേഡിന് ഔട്ടായി. ഓൾസോ ടെക്നിക്കൽ ബേസ്ഡ് ആണെങ്കിൽ ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരുന്നു സെല് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. എന്തുകൊണ്ട് ഈ ട്രേഡ് എടുത്തു ആൻഡ് ഇതിന്റെ HDF, LTF അനാലിസിസ് എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോനകത്ത് തരാൻ പോകുന്നത്. സോ നിങ്ങൾക്കൊരു വീഡിയോ വർത്ത് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വർത്ത് ആണെങ്കിൽ ഇതുപോലുള്ള കോണ്ടന്റ്സിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ദെൻ എലമെന്റൽ ട്രേഡിംഗ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് വർത്ത് ഓഫ് ട്രേഡിംഗ് സ്ട്രാറ്റജീസും നമ്മൾ റിവീൽ ചെയ്യാറുണ്ട്. ഓൾസോ മാർക്കറ്റിനകത്ത് ഇപ്പം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ടോപ്പിക്കാണ് സ്മാർട്ട് മണി, SMC സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ആ സ്മാർട്ട് മണി കോൺസെപ്റ്റിന്റെ എൻറ്റയർ കോഴ്സ് നമ്മളിവിടെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വർത്ത് തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ്. സോ നിങ്ങൾ ട്രേഡിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ട്രേഡിംഗിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് സ്കിൽ നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് മണി കോഴ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 29 എപ്പിസോഡ് വരെ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ബോണസ് കണ്ടന്റ്സ് മാത്രമേ അപ്ലോഡ് ചെയ്യാവുന്നുള്ളൂ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് വർത്ത് ആണ് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓൾസോ നിങ്ങൾക്ക് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കാണുന്ന വീഡിയോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്.
യുഎസ്‌ടി സിഎച്ച്എഫിന്റെ എച്ച്‌ടിഎഫ് ടു എൽടിഎഫ് അനാലിസിസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം വീക്ക്ലി ആണ്. നിങ്ങൾ ചാർട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വീക്ക്ലി ടൈം ഫ്രെയിം ഈച്ച് ടൈം പ്രൈസ് എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രീവിയസ് ആയുള്ള ലോനെ സ്വീപ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ആ താഴോട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓവറോൾ നോക്കുന്ന സമയത്ത് യുഎസ്‌ഡി സിഎച്ച്എഫ് നല്ലൊരു ബെയറിഷ് മൂവ്മെന്റ് ആണ് വീക്ക്ലി ടൈം ഫ്രെയിമിനകത്ത് കാണാൻ പറ്റുന്നത്. ഓൾസോ മന്ത്ലി ടൈം ഫ്രെയിം ഇറ്റ്സ് സിമിലർ ലൈക്ക് പക്ഷെ കറന്റ്ലി മന്ത്ലിന്റെ ഒരു കൗണ്ടർ ട്രെൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോണിലാണ് ഒരു ലിമിറ്റ് പീരിയഡ് വീക്കിലാണ് പ്രൈസ് ഉള്ളത്. ആൻഡ് വീക്കിന്റെ ചാർട്ട് കുറച്ചുകൂടി സൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ റീസെന്റ് പ്രൈസ് സെഷൻ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയുള്ള ഡാറ്റ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതിന്റെ മുന്നത്തെ ദിവസങ്ങളെല്ലാം പ്രൈസ് ഉണ്ടായിരുന്നത് ഒരു വീക്കിന്റെ ഒരു എഫ്വിജി ഓൾസോ ഒരു വീക്കിന്റെ ഒരു സപ്ലൈ സോണിലാണ് പ്രൈസ് ഉണ്ടായിരുന്നത്. ആൻഡ് ഈ സപ്ലൈ സോണിലാണ് നമുക്ക് പ്രൈസിന്റെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ ഇന്നലെയല്ല മൺഡേ ഇന്ന് വെനസ്ഡേ ആണ് ആൻഡ് മൺഡേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം സ്ട്രോങ്ങസ്റ്റ് ആയുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള സോറി മൺഡേ അല്ല ലാസ്റ്റ് വീക്സില് ഓക്കെ വീക്കിന്റെ ബേസിൽ ഞാൻ ഡെയിലിനുള്ള തോട്ടിലും ഇതിൽ പറഞ്ഞു പോയതാണ്. ലാസ്റ്റ് വീക്സില് പ്രൈസ് വീക്കിന്റെ സപ്ലൈ സോണിൽ അത്യാവശ്യം സ്ട്രോങ് ആയ റിയാക്ഷനോട് കൂടിയാണ് ഈച്ച് ഡേ പ്രൈസ് ക്ലോസ് ചെയ്യുന്നത്. ഇതിന്റെ മുകളിലോട്ട് സ്റ്റിൽ ഇതുവരെ പ്രൈസ് അപ്സൈഡിലേക്ക് ഒരു ഒരു ബുള്ളിഷ് മൊമെന്റത്തോട് കൂടി ക്ലോസ് ചെയ്തില്ല. ഇനി അങ്ങനെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? പ്രൈസ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ബൈ മോഡൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ സ്റ്റിൽ മാർക്കറ്റ് ഈ ഒരു കാണുന്ന സപ്ലൈ സോണെ അല്ലെങ്കിൽ എഫ്ഇജി ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അഗ്രസീവ് ആയുള്ള റിയാക്ഷൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾസോ ഇവിടെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. പ്രീവിയസ് വീക്കിന്റെ ഹൈ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വീക്ക് പ്രൈസ് ഹണ്ട് ചെയ്തിട്ടുണ്ട്. അത് എൻഎഫ്പിയുടെ ഇടയിൽ തൊട്ട് ദിവസം മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് വീക്കിന്റെ ബേസ് നമ്മൾ സെല്ലാണ് ആൻഡ് വീക്കിന്റെ എഫ്പിജിയിലാണ് പ്രൈസ് ഇപ്പോൾ ഉള്ളത്. സോ ഇത്രയും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ചാർട്ട് എവിടേക്ക് സ്വിച്ച് ചെയ്യാം? ഡെയിലിയിലേക്ക് സ്വിച്ച് ചെയ്യാം. ആൻഡ് ഡെയിലിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്രൈസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു വെച്ചാല് നമ്മുടെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു വീക്കിന്റെ എഫ്വിജിയിലാണുള്ളത്. ഓൾസോ ഡെയിലിന്റെ എവിടെയും ടാപ്പ് ചെയ്തിട്ടുണ്ട് പ്രൈസ്. ഡെയിലിന്റെ സപ്ലൈ സോണിലും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഡെയിലിന്റെ സപ്ലൈ സോണിൽ റിയാക്റ്റിന് ശേഷം പ്രൈസ് ഒരു അഗ്രസീവ് ആയുള്ള ഒരു സെല്ലിംഗ് മൊമെന്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്ട്രോങ് സെല്ലിംഗ് മൊമെന്റും ക്രിയേറ്റ് ചെയ്തു. ഓൾസോ പ്രീവിയസ് ആയ 2 ദിവസത്തെ ക്യാൻഡലിലെ ഹൈസ് പ്രൈസ് എന്ത് ചെയ്തു? ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഒരു അഗ്രസീവ് ആയുള്ള സെൽ മൊമെന്റ് മാർക്കറ്റിനകത്ത് പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ ജസ്റ്റ് നോക്കുക പ്രൈസ് കഴിഞ്ഞ ദിവസം അതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളെല്ലാം നല്ല ബുള്ളിഷ് ക്യാൻഡിലോട് കൂടിയാണ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. നമ്മുടെ സപ്ലൈ സോൺ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരം സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യാറ്. ആൻഡ് വെരി നെക്സ്റ്റ് ഡേ പ്രൈസ് ഒരു എന്താ പറയാ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബിയറിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. പക്ഷേ അടുത്ത ദിവസം അതിന്റെ വെരി നെക്സ്റ്റ് ഡേ ദിവസം പറയുകയാണെങ്കിൽ ഫ്രൈഡേ ഓഗസ്റ്റ് 1 ഓക്കെ മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലോട് കൂടി ക്ലോസ് ചെയ്തു. സോ ഓഗസ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മുടെ എൻഎഫ്പി ഡേ ആയിരുന്നു. നോൺ ഫാം പേറോൾ ആയിരുന്നു. ആ ഒരു സെയിം ന്യൂസ് ഡേയിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് അഗ്രസീവ് ആയിട്ടുള്ള സെല്ലോട് കൂടിയാണ് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വരുന്ന ദിവസം നമുക്ക് ഈ ഒരു സെല്ലിംഗ് പ്രഷർ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. സോ ഇത്രയായിരുന്നു ഡെയിലിന്റെ ഒരു നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞത്. അതിന് നേരെ ചാർട്ട് ഞാൻ പിന്നെ സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് H4ലേക്കാണ്. ആൻഡ് H4ൽ വരുന്ന സമയത്ത് പ്രൈസ് ഡെയിലിന്റെ പിയോല് ടാപ്പിന് ശേഷം ഓക്കെ ഡെയിലി പ്ലസ് നമ്മുടെ വീക്ക്ലി പിയോല് ടാപ്പിന് ശേഷം ഒരു അഗ്രസീവ് ആയുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് പ്രൈസ് അവിടെ തന്നിട്ടുണ്ട്. ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് കാരക്ടർ ഒരു എംഎസ്എസ് നിങ്ങൾക്ക് എന്തും വിളിക്കാം പ്രൈസ് എന്നിട്ട് തന്നിട്ടുണ്ട്. ചിലൊരു ക്യാരക്ടർ ഷിഫ്റ്റ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട്. കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇവിടെ പ്രീവിയസ് ആയുള്ള ഹൈനെ പ്രൈസ് ഹണ്ട് ചെയ്തു. സോ പ്രീവിയസ് ആയുള്ള ഹൈനെ ഹണ്ട് ചെയ്തു ആൻഡ് നമ്മുടെ എൻഎഫ്പിയുടെ പ്രൈസ് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് വോളിയത്തോട് കൂടിയാണ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മളിനി എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കൊരു ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ച് പ്രൈസ് എന്റെ ഈ ഒരു സപ്ലൈ സോണിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എടുക്കുക എന്നുള്ളതായിരുന്നു എ ഞങ്ങളുടെ പ്ലാൻ അല്ലെങ്കിൽ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞത്. ഞാൻ ഈ 4 ഹവറിന്റെ ബേസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി മാർക്കറ്റിനകത്ത് ഒരു മുകളിലൊരു സ്ട്രോങ് ക്യാം തന്നിട്ടുണ്ട്. ഓൾസോ വി ഹാവ് വീക്ക് ക്യാം. ഓക്കെ. പ്രൈസ് മോളിൽ സ്ട്രോങ് ക്യാം തന്നിട്ടുണ്ട്. പ്ലസ് എനിക്ക് എന്തും തന്നിട്ടുണ്ട്? ഒരു വീക്ക് ക്യാമും പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് നമുക്കിവിടെ ഒരു ട്രേഡിംഗ് റേഞ്ച് പ്രൈസ് ഒരു ക്ലീനസ്റ്റ് ആയ ഒരു ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ആ ഒരു ട്രേഡിംഗ് റേഞ്ചിന് വേണ്ടിയുള്ള ഒരു ലിക്വിഡിറ്റി പോയിന്റും പ്രൈസ് മാർക്കറ്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പം ഇത്രയും ഇൻഫർമേഷൻസ് എല്ലാം ഓക്കെയാണ്. നമുക്ക് അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഒരു എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ വരുമ്പം തിരിച്ച് എന്റെ ഈ മുകളിൽ കാണുന്ന സപ്ലൈ സോണിൽ വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഒരു എൽടിഎഫ് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ സെല്ല് നോക്കാം. അപ്പൊ ഇത്രയായിരുന്നു എന്റെ പ്ലാന് കാര്യങ്ങളെല്ലാം. സോ
എൽടിഎഫ് കൺഫർമേഷന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? H4 ആയതുകൊണ്ട് തന്നെ M50ൽ അവിടെ വരുമ്പോ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നോക്കാവുന്നതാണ്? FVGO അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും POയിൽ വരുമ്പോ നമുക്ക് സെൽ നോക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഏരിയയിൽ എനിക്ക് എൻട്രീസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻവൈയിലായിരുന്നു. എൻവൈയിൽ ഐ മീൻ മൺഡേ എൻവൈയിലായിരുന്നു പ്രൈസ് അവിടെ ഉണ്ടായിരുന്നത്. സോ എൻവൈ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ട്രേഡ് ചെയ്യില്ലാന്നുള്ളത്. എനിവേസ് നമുക്കവിടെ എൻട്രീസ് കിട്ടിയിട്ട് നോക്കാം. ആൻഡ് വെൻ കംസ് ടു 50 മിനിറ്റ്സിന്റെ ബേസിൽ വരുന്ന സമയത്ത് ഇവിടെ പ്രൈസ് പ്രീവിയസ് ആയുള്ള സ്വിംഗ് ഹൈ ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഒരു ബ്രേക്കപ്പ് ബ്ലോക്കിൽ എൻട്രി എടുക്കായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ഞാനവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആകെ ഒരു പ്രോബ്ലം ഇവിടെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡിലെ ലിക്വിഡിറ്റിയാണ്. അപ്പൊ അതിന്റെ ലിക്വിഡേഷനും നമുക്ക് എക്സ്പെക്ട് ചെയ്യായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ബ്രേക്കിൽ എൻട്രി എടുത്ത് എസ്എൽ നമ്മുടെ പ്രൊട്ടക്റ്റഡ് ഹൈയിൽ വെച്ച് കഴിഞ്ഞാലും ഇറ്റ്സ് ഡീസന്റ് ആർആർ നമുക്ക് എന്തായാലും കിട്ടുമായിരുന്നു. പക്ഷെ എന്റെ എൻട്രി ഇവിടെ അല്ല ഉണ്ടായിരുന്നത്. ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് ട്യൂസ്ഡേ ആയിരുന്നു. ഞാൻ ട്യൂസ്ഡേ M30ലെ ബേസിലാണ് ഞാൻ ചാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ M30ലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ആ ഒരു സെയിം ഡേ എൻഎഫ്പിയുടെ തൊട്ട് മുമ്പ് എൻഎഫ്പിയുടെ തൊട്ട് മുമ്പ് അല്ല സോറി സിപിയുടെ തൊട്ട് മുമ്പ് നടന്ന പ്രൈസ് സെഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്റെ H4ന്റെ പിഎൽ ടാപ്പ് ചെയ്തു. ഒരു വളരെ സ്ലോ ഡൗൺ ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് എല്ലാം സ്ലോലി കളക്ട് ചെയ്തിട്ടാണ് പ്രൈസ് താഴോട്ട് ഓൾസോ ഒരു ഹ്യൂജ് ആയുള്ള ലിക്വിഡിറ്റി ട്രെൻഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് താഴോട്ട് മാർക്കറ്റ് ഫോളോ ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ ആ ഒരു മാർക്കറ്റിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ USD സ്റ്റേഷന്റെ ചാർട്ട് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ ഒരു എന്റെ ഒരു ട്രേഡിംഗ് ഇത് വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് മാർക്കറ്റിനകത്ത് ഇവിടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസ്ഡ് ഓൺ ദാറ്റ് പ്രൈസ് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. എനിക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രോങ് ക്യാം കിട്ടി. ഈ ചാർട്ടിന് കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് പിക്ചറിന് വേണ്ടി ഞാൻ M50ലേക്ക് ആ സമയത്ത് സ്വിച്ച് ചെയ്യുന്നു. സോ M50ൽ വരുന്ന സമയത്ത് ഇറ്റ്സ് സിമിലർ ലൈക്ക് നമ്മളിപ്പോ നോക്കുന്ന പോലെ തന്നെ ട്രേഡിംഗ് റേഞ്ചസും കാര്യങ്ങളെല്ലാം പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം എന്താ എനിക്ക് അന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്തില്ലായിരുന്നു? ദെർ ഈസ് നോ ഇൻഡ്യൂസ്മെന്റ് അല്ലെങ്കിൽ ഒരു വീക്കം ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് എന്റെ എൻട്രി എടുക്കാൻ നോക്കുന്ന ഈ സപ്ലൈസ് ആണ്. ഇവിടെയാണ് എന്റെ ഫസ്റ്റ് എൻട്രി പ്ലസ് എന്റെ ക്യൂം ലൈൻ ആൻഡ് ബ്രേക്കപ്പ് ബ്ലോക്കിൽ എൻട്രി ചെയ്യാൻ നോക്കിയിട്ടില്ല. ഇതായിരുന്നു എന്റെ എൻട്രി പ്ലാൻ എന്ന് പറഞ്ഞത്. ഇതിനൊരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്ക് ഇവിടെ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രൈസ് ലിക്വിഡേഷൻ തന്നു. ദെൻ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തന്നു. നമ്മൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന സപ്ലൈ സോൺ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ലിക്വിഡേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഐഡിയം ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പുണ്ട് ഏതെങ്കിലും ഒരു പിഒഐ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പ് എന്റെ ട്രേഡിംഗ് റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള റിയാക്ഷൻ ആയിരിക്കും ചാൻസ് കൂടുതൽ. പക്ഷെ പ്രൈസിന് ഒരുപാട് മുകളിലോട്ട് പോകാൻ താല്പര്യമില്ല. ഇവിടുന്ന് ഒരു ഫോളോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള രീതിയിലായിരിക്കും ക്യാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. ഇനി അങ്ങനെ ഒരു ഏരിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് ഒരു ഏരിയ പ്രൈസ് എന്തിരുന്നു ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ ലിക്വിഡേഷൻ നടന്നിട്ടുണ്ട്. ബ്രേക്ക്ഔട്ട് സ്ട്രോങ് ക്യാം കിട്ടിയിട്ടുണ്ട്. ദെൻ ലിക്വിഡിറ്റി സ്വീപ്പ് ബ്രേക്ക്ഔട്ട് വി അപ്പൊ ഇതായിരുന്നു എന്റെ ആക്ച്വൽ ട്രേഡിംഗ് റേഞ്ചും ഇത് ആ ഒരു ട്രേഡിംഗ് റേഞ്ചിന്റെ എക്സ്പാൻഷനും ആയിരുന്നു. ഓക്കെ. അപ്പൊ സ്റ്റിൽ എന്റെ ട്രേഡിംഗ് റേഞ്ച് ഫ്രം ഹിയർ ടു ഹിയർ ആൻഡ് വി ക്യൂം ട്രാൻസ്ഫർ ടു ഹിയർ. ആൻഡ് എനിക്ക് എൻട്രി നോക്കുവാണെങ്കിൽ ഇവിടെ ദർ ഇസ് നോ POI. ആകെ ഒരു PO എന്ന് വെച്ചാൽ എന്താണ് ഈ കാണുന്ന സപ്ലൈ സോൺ ആണ്. പക്ഷെ അവിടേക്ക് ആ ഒരു ന്യൂസിന്റെ സമയത്ത് എത്തുന്ന ഒരു എക്സ്പെക്ടേഷൻ ഒന്നും എനിക്കില്ലായിരുന്നു. ഓക്കെ. സോ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്തു ഈ ഒരു ഹൈന്റെ ഈ ഒരു സ്ട്രക്ചറിന് അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈന്റെ ഒരു ലിക്വിഡേഷന് ശേഷം അല്ലെങ്കിൽ ഇതിന്റെ ഒരു മാനിപ്പുലേഷന് ശേഷം എൻട്രി നോക്കാമെന്നായിരുന്നു എന്റെ പ്ലാൻ എന്ന് പറഞ്ഞത്. സോ ഇവിടെ ആദ്യം എൻട്രി വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു പ്രൈസ് വെയിറ്റ് ചെയ്തു. സോ M30 ആയതുകൊണ്ട് എനിക്ക് M3യോ M5 എന്തിനു വേണ്ടി യൂസ് ചെയ്യാം കൺഫർമേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കൺഫർമേഷൻ M5ലായിരുന്നു. സോ M5ലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ക്ലീനസ്റ്റ് ആയിട്ടില്ല. വെച്ചാൽ ഈച്ച് ടൈം ലോസ് എല്ലാം പ്രൈസ് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് മുകളിലോട്ട് വന്നിരിക്കുന്നത്. ഒരു തവണ മാത്രം ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു ലോ വയലേറ്റ് ചെയ്തു. പക്ഷെ അതിന് ശേഷം എല്ലാ മാർക്കറ്റ് ഈച്ച് ടൈം പ്രൈസ് ലോ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് അപ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ എക്സ്പെക്ടിങ് ഈ ഒരു ഹൈന്റെ ലിക്വിഡേഷൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ. ആ ഒരു എക്സ്പെക്ടേഷൻ പോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്തു ആ ഒരു ഹൈന്റെ ലിക്വിഡേഷൻ അവിടെ നടന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഈ ലിക്വിഡേഷന് ശേഷം പ്രൈസ് ഒരു അഗ്രസീവ് ആയുള്ള സെല്ലിംഗ് മൊമെന്റം മാർക്കറ്റിന് തന്നു. അതുവരെ പ്രൈസ് ഇങ്ങനെ ഒരു ചെറിയ സെല്ലിംഗ് കാൻഡിൽസ് വരുന്ന സമയത്ത് പക്ഷെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റിനകത്ത് എന്ത് വന്നു? ഒരു നല്ല സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ വന്നു. സോ ഇത്രയും വന്ന പാടത്തിന് ഞാൻ എന്ത് ചെയ്തു മാർക്കറ്റിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ക്യാൻഡില് ബ്രേക്ക്ഔട്ട് തന്നതോടുകൂടി ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട്സ് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിനകത്ത് ഞാൻ എന്റെ എൻട്രി പ്ലേസ് ചെയ്തു. സോ എൻട്രി ഹിയർ ഓക്കെ. സെൽ എബോവ് ദ പ്രൊട്ടക്റ്റഡ് ഹൈ വിത്ത് സം ബ്രീത്തിങ് സ്പേസ്. ഓക്കെ വിത്ത് സം ബ്രീത്തിങ് സ്പേസ്. ഓക്കെ ടൈറ്റ് ആയിട്ട് വെക്കരുത്. ഇതായിരുന്നു എന്റെ പ്ലാൻ. ആൻഡ് ടാർഗറ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. H4ലേക്ക് വരാം. H4ലേക്ക് വരുന്ന സമയത്ത് H4ന്റെ ഈ ലിക്വിഡിറ്റിയാണ് ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ.
സോ M50ല് M5ല് വരുന്ന സമയത്ത് ഇറ്റ്സ് അറൗണ്ട് എത്ര ആർആർ ഉണ്ടാവും? 1:18 ആർആർ നിയർ എന്ത് ചെയ്തിട്ടുണ്ട്? യാഹ് 18 ആർആറിന്റെ അടുത്ത് പ്രൈസ് വന്നിട്ടുണ്ട്. ഓക്കെ 18 ആർആർ ആയിരുന്നു എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ എൻട്രി പ്ലാന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പ്രൈസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? എന്റെ ബ്രേക്കപ്പ് ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തു. ഒരു അൺഎക്സ്പെക്ടഡ് ബൈയിങ് വോളിയം മാർക്കിനകത്ത് കേറി. ദെൻ പ്രൈസ് വീണ്ടും സെൽ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ സെല്ലിംഗ് ക്യാൻഡിലിനകത്ത് പ്രൈസ് ജസ്റ്റ് മുകളിലോട്ട് പോയിട്ടാണ് ആ സെല്ലിംഗ് ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നല്ല 2 സ്ട്രോങ് സെൽ ക്യാൻഡിൽ വന്നു. അഗെയിൻ എന്റെ ഈ ഹൈനെ ലിക്വിഡേറ്റ് ചെയ്തു. ഞാനത് കുറച്ചുകൂടി മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇറ്റ്സ് വർക്ക്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ മാർക്കറ്റ് എങ്ങനെയാ ബിഹേവ് ചെയ്യാന്നുള്ളത്. ഓൾസോ നിങ്ങളിപ്പം ഒരു നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ USD CHF ഒക്കെ അത്യാവശ്യം സ്പ്രെഡഡ് ആയിട്ടുള്ള ബ്രോക്കർ ആണെങ്കിൽ അത് എന്തായാലും ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ CHF ആകെ 0.5, 0.6 സെന്റ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഐ മീൻ പിപ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊരു ഡീസന്റ് ബ്രോക്കർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അൽപാരി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ തന്നെ ടോപ്പ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രോക്കിംഗ് ഫേമാണ് അൽപാരി എന്ന് പറഞ്ഞാൽ. ഓൾസോ ഇതിന്റെ സിസ്റ്റർ കമ്പനി ആയിരുന്നു എഫ്എക്സ് ടീം. എഫ്എക്സ് ടീം ഇപ്പോൾ ഇന്ത്യയിൽ പുതിയ യൂസേഴ്സിനൊന്നും ഓൺബോർഡ് ചെയ്യുന്നില്ല. സോ പുതിയ യൂസേഴ്സിന് ഏറ്റവും ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന അതുപോലെ നിങ്ങൾ നിലവിൽ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സിനെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോക്കറിൽ ഒന്നാണ് അൽപാരി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ലീഡിംഗ് ടോപ്പ് സീറോ സ്പ്രെഡ് ബ്രോക്കറാണ് അൽപാരി എന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ മാർക്കറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കമ്പാരി പെക്സിനസ് ആണെങ്കിലും ബാക്കിയുള്ള ബ്രോക്കേഴ്സ് ആയിട്ടുള്ള കമ്പയർ ചെയ്യുന്ന സമയത്ത് അൽപാരിയുടെ കമ്മീഷനും അതുപോലെ തന്നെ സ്പ്രെഡും വളരെ ലെസ് ആണ്. ഓൾസോ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് MT5ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ MT5യുടെ അല്ലെങ്കിൽ മെറ്റാ കോഡ്സിന്റെ ഒഫീഷ്യൽ ലിക്വിഡിറ്റി പ്രൊവൈഡറും ആണ് അൽപാരി എന്ന് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഈ ഒരു ബ്രോക്കറിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മൾ ലിങ്ക് കൊടുക്കാം. അത് ത്രൂ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അൽപാരിയുടെ നിങ്ങൾക്ക് സീറോ സ്പ്രെഡ് അക്കൗണ്ട് $100 സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓൾസോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ അപ് ടു $500 വരെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബോണസും കിട്ടും. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഈസിൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ $300 ഇന്ത്യൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഓൾസോ നിങ്ങൾക്ക് ഇവരെ അൽപാരിയുടെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ കസ്റ്റമർ സപ്പോർട്ടാണ് ഇവരെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഓൾസോ നമുക്ക് മലയാളത്തിലും എന്തുണ്ട് ഇവിടെ കസ്റ്റമർ സപ്പോർട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയോ അക്കൗണ്ട് ഓപ്പണിംഗ് റിലേറ്റഡ് എന്തെങ്കിലും അസിസ്റ്റൻസിന് വേണ്ടിയോ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. പ്രൈസ് തന്നെ മാർക്കറ്റിന്ന് ലിക്വിഡേറ്റ് ചെയ്തു ആൻഡ് ഫോൾ ആയി. CPന്റെ സമയത്ത് നല്ല സ്ട്രോങ് സെല്ലിംഗ് വോളിയം മാർക്കറ്റിനകത്ത് എൻറർ ആയി. ആൻഡ് ഞാൻ ആക്ച്വലി ഔട്ടായി. വേറെ ഒന്നും അതിനകത്ത് ട്രേഡിങ്ങിനകത്തൊന്നും സംഭവിക്കാനില്ല. നമ്മള് SL ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. TP നമുക്ക് പിന്നെ ഇടയ്ക്ക് പാർഷ്യൽസ് ബുക്ക് ചെയ്യുക ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ SL അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പ്ലാൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതിനുശേഷം അത്യാവശ്യം നല്ല സ്ട്രോങ് സെല്ലായിരുന്നു. പിന്നെ തിരിച്ചൊരു പുൾ ബാക്കിന് വേണ്ടി ഐ മീൻ റിക്കവറിക്ക് വേണ്ടി പ്രൈസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും പതിയെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഫോളോ ആയി. അതിനുശേഷം ഇന്ന് രാവിലെയൊക്കെ പൊതുവേ ഒരു എന്താ പറയാ ഒരു കൺസോളിഡേഷൻ ഫേസിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ നല്ലൊരു കൺസോളിഡേഷൻ ഫേസ് ആയിരുന്നു. പെട്ടെന്നായിരുന്നു വീണ്ടും മാർക്കറ്റിനകത്ത് നല്ല സെല്ലിംഗ് വോളിയം എൻറർ ആയി. ആൻഡ് ഇതെന്റെ എന്തും ഹിറ്റ് ചെയ്തു. TP ഹിറ്റ് ചെയ്തു. ബട്ട് ഞാൻ ഈ ട്രേഡിനകത്ത് നിന്ന് ഔട്ട് ആയിട്ട്. സംടൈം ഇറ്റ്സ് ഹാപ്പൻസ്. നമുക്കതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് മാർക്കറ്റിനെ ഒരു 100% ഒന്നും എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ബെസ്റ്റ് നോളജിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ട്രേഡ് ചെയ്യുക. അതിനിപ്പോ ഏത് സ്ട്രാറ്റജി ആണെങ്കിലും അങ്ങനെ തന്നെ. നിങ്ങള് സ്മാർട്ട് മണി യൂസ് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുകയാണെങ്കിലും, ഈവൻ ട്രെൻഡ് ലൈൻസോ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ആണെങ്കിലും, എനി സ്ട്രാറ്റജി നിങ്ങൾ നിങ്ങളുടെ ഇതിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ ഇഷ്യൂ. നിങ്ങളുടെ ബെസ്റ്റ് നോളജ് പെർഫെക്റ്റ്. പക്ഷെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മണി മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവുമ്പോൾ മാത്രമേ നിങ്ങളുടെ സ്ട്രാറ്റജി 100% ആവുന്നുള്ളൂ. ഇഫ് നിങ്ങൾക്ക് നല്ലൊരു മണി മാനേജ്മെന്റ് ഇല്ലെങ്കിൽ അത് നിങ്ങളെ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ആവാൻ വേണ്ടി പറ്റില്ല. ഇത്രയേ ഉള്ളൂ ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓൾസോ നമ്മുടെ നെക്സ്റ്റ് ഓൺലൈൻ ബാച്ച് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓൺലൈൻ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് നിങ്ങളുടെ അവൈലബിലിറ്റി. ലൈക്ക് നമുക്ക് റെക്കോർഡ് സെഷൻസും ഹൈബ്രിഡ് സെഷൻസും ആൻഡ് ഓൾസോ പേഴ്സണൽ മെമ്പർഷിപ്പ് ട്രെയിനിങ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. എലമെന്റിലെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സ് എൻക്വയറീസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ഐഡിയും എലമെന്റിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ത്രൂ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സീ യു ദെൻ.